ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഴക്കൊമ്പും വൻപയറും വെച്ച് തയ്യാറാക്കിയ ഒരു രുചികരമായ ഒരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വാഴക്കൊമ്പ് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, പക്ഷേ ഇതിന് നല്ല കറയുണ്ടാവും. കറ നല്ലതുപോലെ കയ്യിലൊക്കെ അരിയുമ്പോൾ നമുക്ക് കയ്യിൽ നല്ലപോലെ കറ പറ്റും. അതിന് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഈ ചുണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു പേപ്പറോ എല്ലാം വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുത്തിച്ചാരി നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറ എല്ലാം പോയി കിട്ടും. അപ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ വല്ല രീതിയിൽ കറ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കൈ മൊത്തം കറുത്ത് ഒരു വല്ലാത്തൊരു ഇതിലിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എളുപ്പം കറ പോയി കിട്ടും. പിന്നെ നമ്മളിത് അരിഞ്ഞെടുക്കുക. ഇതുപോലെ പൊടിയായി അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കൊത്തി അരിഞ്ഞ് എടുക്കുക. അതിന് ശേഷം അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ട് അപ്പം പിന്നെ അത് നല്ല രീതിയിൽ അതിൻ്റെ ഈ കറ ഉണ്ട്, ഇതൊരു കറ ചോദിക്കും. അപ്പോൾ അങ്ങനെ അത് മാറാനാണ്. നേരത്തെ നമ്മൾ കറയെല്ലാം കളഞ്ഞാണ്, എന്നാലും അതിലൊരു ചുവപ്പ് കാണും. അപ്പോൾ നമ്മളിങ്ങനെ അത് കഴുകി തിരുമ്മിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കഴുകി പിഴിഞ്ഞ് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേവിച്ചെടുക്കുകയാണ്. ഇത് സ്റ്റൗവിൽ വെച്ച് വേവിക്കുക. പിന്നെ വേണ്ടുന്നത് ഇതിലേക്ക് ചേർക്കാനുള്ള വൻപയർ എടുത്ത് കുതിർത്ത് വെച്ചിരിക്കണം നേരത്തെ തന്നെ. അതെടുത്ത് വൻപയർ വേവിക്കുക. പിന്നീട് നമ്മൾ ഈ അരപ്പുകൾ റെഡിയാക്കാം. കൂമ്പ് അവിടെ നിന്ന് വേവിക്കുകയാണ് വാഴക്കൊമ്പ്. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പുകൾ റെഡിയാക്കാം. തേങ്ങ ചിരവിയത്, പിന്നെ അതുപോലെ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, വറ്റൽമുളക് പൊടിച്ചത്, ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അരപ്പ് നമ്മൾ ചതച്ചെടുക്കുകയാണ്. ചതച്ചെടുത്തതിന് ശേഷം അപ്പോഴത്തേക്കിനും നമ്മൾ വൻപയറും ഇവിടെ വെന്ത് ഇട്ടിട്ടുണ്ട്. തോരൻ്റെ വാഴക്കൊമ്പും അതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വൻപയറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വൻപയർ വേവിക്കുമ്പോൾ ഒരുപാടങ്ങ് വെന്ത് പോകരുത്. അത് പിന്നെ നമ്മൾ ആ ഒരു പയർ നല്ല വേവുന്ന പരുവത്തിൽ തന്നെ എടുക്കുക. അളിഞ്ഞു പോകാൻ നിൽക്കരുത്. അതിനുശേഷം നമ്മൾ ഈ അരപ്പുകൾ ഭംഗിയായി യോജിപ്പിച്ച് കൊടുക്കണം. തേങ്ങയുടെ അരപ്പും അതുപോലെ ഈ ഒരു വൻപയറും എല്ലാം ഈ വാഴക്കൊമ്പിലേക്ക് നല്ലതായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നീട് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്യാം. പിന്നെ വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കണം. അതിനായി നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കടുക് പൊട്ടിക്കും. പിന്നെ ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് നമ്മൾ നന്നായി കടുക് വറുത്ത് എടുക്കുക. ഇത് വളരെ നല്ലൊരു തോരനാണ്. നിങ്ങളെല്ലാം വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. വാഴക്കൊമ്പ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം എന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കടുക് വറുത്തിട്ടുണ്ടല്ലോ, കടുക് വറുത്ത് ഇതിലേക്ക് നമ്മൾ ആ തോരൻ ചൂടാക്കി വെച്ചിരുന്നതിലേക്ക് നമ്മൾ കടുക് വറുത്തതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. വളരെ ടേസ്റ്റിയാണ്. വളരെ ടേസ്റ്റിയായ വാഴക്കൊമ്പും വൻപയറും തോരൻ റെഡി.
ഉറപ്പായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.